ഇപ്പോൾ മലപ്പുറത്ത് നിന്നും വളരെ വേദനിപ്പിക്കുന്ന വാർത്തയെത്തുന്നു. മലപ്പുറം ബോട്ടിൽ കപ്പലിടിച്ച് കാണാതായ 2 മത്സ്യത്തൊഴിലാളികളും മരിച്ചു എന്ന വാർത്തയാണ് എത്തുന്നത്. ഇടക്കഴിയൂർ ഭാഗത്തു നിന്നും പടിഞ്ഞാറ് കടലിൽ നിന്നും ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തി. പൊന്നാനി സ്വദേശികളായ സലാം, ഗഫൂർ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ സാഗർ യുവരാജ് എന്ന കപ്പലിടിച്ചത്. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, ഒടുവിൽ അവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബോട്ടിൽ കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നോ? ഇവർ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയാതെ പോയത്? അരുൺകുമാർ, ഏറെ ദൗർഭാഗ്യകരമായ വാർത്തയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് പൊന്നാനി സ്വദേശിയുടെ ബോട്ടായ ഇസ്ലാഹിൽ ഈ വിധത്തിൽ 6 മത്സ്യത്തൊഴിലാളികൾ, പൊന്നാനി മേഖലയിലുള്ള 6 മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി ഉൾക്കടലിലേക്ക് പോകുന്നത്. തുടർന്ന് ഇന്ന് പുലർച്ചെ ഏകദേശം 1:30 കൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. സാഗർ യുവരാജ് എന്നു പേരുള്ള ഇന്ത്യൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരുന്ന ഒരു ചരക്ക് കപ്പലാണ് ഈ ഒരു ബോട്ടിനെ ഇടിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാറ്റൽ മഴയുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള കാലാവസ്ഥ ഉൾപ്പെടെ ഇതിന് തിരിച്ചടിയായി എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 തൊഴിലാളികൾ ഉണ്ടായതിൽ 4 പേർ ആ ഒരു ഘട്ടത്തിൽ വെള്ളത്തിൽ പോയി. ഈ ഒരു ഇസ്ലാഹ് ബോട്ട് പകുതിയായി പിളർന്ന് തകരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. 4 പേരെ ഈ ഒരു കപ്പലിലുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി. മറ്റു 2 തൊഴിലാളികൾ പൊന്നാനി സ്വദേശികളായ സലാമിനും ഗഫൂറിനും വേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിൽ നടത്തുന്ന ഇടയിലാണ് ഈ ഒരു സംഭവം നടന്ന് മണിക്കൂറുകൾക്കിപ്പുറത്ത് ഇവരുടെ മരണം നടന്നതായിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്. ഏറെ ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. കാരണം മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികളായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഇവരുടെ ജീവിത മാർഗം പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിൽ കൂടിയായിരുന്നു ഇവർ ഈ നിലയിൽ മത്സ്യബന്ധനത്തിനായി പോയത്. എന്തായാലും ചാവക്കാട് മുനമ്പിൽ നിന്നും 2 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ഒരു അപകടം നടന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇടക്കഴിയൂർ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പടിഞ്ഞാറ് കടലിൽ നിന്നാണ് ഇവരുടെ മൃതദേഹം കിട്ടിയിട്ടുള്ളത്. ഇവരെ പൊന്നാനി മേഖലയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇവരെ ജീവനോടെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. കാലാവസ്ഥയും അതുപോലെ തന്നെ ചാറ്റൽ മഴയൊക്കെ തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാഗർ യുവരാജ് എന്ന ഈ ഒരു ചരക്ക് കപ്പലിടിച്ച് ഇസ്ലാഹ് എന്ന പേരുള്ള ഒരു ചെറിയ മത്സ്യബന്ധന ബോട്ട് പൂർണ്ണമായും തകരുകയായിരുന്നു. ഇതിലുണ്ടായിരുന്ന 6 പേരും ആ ഒരു ഘട്ടത്തിൽ വെള്ളത്തിൽ പോയി. 4 പേരെ ഇത്തരത്തിൽ ആ ഒരു കപ്പലിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് രക്ഷപ്പെടുത്തിയത്. ഇത്തരത്തിൽ ചാറ്റൽ മഴ തന്നെയാണ് ഇത് ചെറിയ ബോട്ടിനെ കാണാതെ ഇടിക്കാനുള്ളൊരു കാരണമായി മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ തന്നെ മത്സ്യബന്ധന മേഖലയിലെ ഉദ്യോഗസ്ഥരുടെ വിശദമായ ഒരു അന്വേഷണം വേണ്ടിവരുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പൊന്നാനിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഇനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരച്ചിൽ വിഫലമായി എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. ജീവൻ നഷ്ടപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിൽ, അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സാധാരണ വള്ളം മറിഞ്ഞുള്ള അപകടം ഉണ്ടാവുന്നു. ഇതിപ്പോൾ കപ്പലിടിച്ചാണ് ഈ ബോട്ട് മറിഞ്ഞത്. ആ ബോട്ടിലുള്ള 2 മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.